മോദി എന്താ മിണ്ടാത്തത്? ചോദ്യങ്ങളുമായി വിദേശ മാധ്യമ പ്രവർത്തകർ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നില്ലെന്ന വിദേശ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ചർച്ചയാകുന്നു. മോദിയുടെ ന്യൂസിലാൻഡ് സന്ദർശനത്തിനിടെ നടന്ന കോൺഫറൻസിലായിരുന്നു ന്യൂസിലാൻഡ് മാധ്യമപ്രവർത്തകൻ ഈ ചോദ്യം ഉന്നയിച്ചത്. 2014 പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം മോദി ഇതുവരെ ഒരു സോളോ വാർത്താ സമ്മേളനം പോലും നടത്തിയിട്ടില്ല എന്നത് പ്രതിപക്ഷം വലിയ വിമർശനമായി ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് വിദേശത്തും ഈ ചോദ്യം ആവർത്തിക്കപ്പെടുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകുകയും വിദേശ നേതാക്കൾക്കൊപ്പമുള്ള സംയുക്ത പരിപാടികളിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യാറുണ്ടെങ്കിലും മുൻകൂട്ടി തയ്യാറാക്കാത്ത ചോദ്യങ്ങളെ നേരിടുന്നതിൽ പ്രധാനമന്ത്രി വിമുഖത കാണിക്കുന്നുവെന്നാണ് മാധ്യമപ്രവർത്തകരുടെ പ്രധാന വിമർശനം. വിഖ്യാത ഗായിക എസ് ജാനകി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മൈസൂരിൽ വെച്ചായിരുന്നു അന്ത്യം. 20-ലധികം ഭാഷകളിലായി 1000-ലേറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഹിന്ദി, സിംഹള, ബംഗാളി, ഒറിയ, ഇംഗ്ലീഷ്, സംസ്കൃതം, കൊങ്ങിണി, തുളു, സൗരാഷ്ട്ര, ബഗുഡ, ജർമ്മൻ ഭാഷകളിലും സ്വര സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1200-ൽ പരം മലയാള സിനിമാ ഗാനങ്ങൾക്ക് ജാനകി ശബ്ദം നൽകിയിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണയാണ് എസ് ജാനകിക്ക് ലഭിച്ചത്. തെക്കൻ വിയറ്റ്നാമിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ഫുക്കോക്ക് ദ്വീപിന് സമീപം ഇന്ത്യൻ ടൂറിസ്റ്റുകൾ സഞ്ചരിച്ച സ്പീഡ് ബോട്ട് മറിഞ്ഞ് അപകടത്തിൽ മരിച്ചവരിൽ മലയാളി ദമ്പതികളും. ഇവർ ഉൾപ്പെടെ 15 ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് മരിച്ചത്. കൊല്ലം കൊട്ടാരക്കര സ്വദേശികളും വിക്ടറി ബിസിനസ് ഗ്രൂപ്പ് ഉടമകളുമായ AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. സ്വകാര്യ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കോംപ്ലിമെന്ററി വിനോദയാത്രക്കിടയിലാണ് ദാരുണമായി ഈ സംഭവം നടന്നത്. നടി ലക്ഷ്മിപ്രിയക്കെതിരെ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും വെളിപ്പെടുത്തി നടി ഹൻസിബ ഹസൻ രംഗത്ത്. പരാതി നൽകിയിട്ടും FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറാകാത്തതിനെ തുടർന്ന് താൻ നിയമ പോരാട്ടത്തിനായി കോടതിയെ സമീപിച്ചതായും ഹൻസിബ വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രിയെ നേരിട്ട് ടാഗ് ചെയ്തുകൊണ്ട് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് താരം ഇക്കാര്യം പരസ്യപ്പെടുത്തിയത്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശകരമായ 4ാം ക്വാർട്ടർ ഫൈനലിൽ മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് കരുത്തരായ നോർവേ നേരിടും. നാളെ പുലർച്ചെ 2:30 മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ക്വാർട്ടറിൽ ജയിച്ചു കയറുന്നവർ സെമിയിൽ അർജന്റീന ന്യൂസിലൻഡ് മത്സരത്തിലെ വിജയികളുമായി ഏറ്റുമുട്ടും. NCP ശരത് വിഭാഗം കോൺഗ്രസിൽ ലയിക്കുമെന്ന പ്രചാരണം വർക്കിംഗ് പ്രസിഡന്റും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സ്വലെ MP തള്ളി. കോൺഗ്രസുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കി. പാർട്ടിയിലെ ഒരു വിഭാഗം കോൺഗ്രസിൽ ലയിക്കുന്നതിനെ അനുകൂലിക്കുമ്പോൾ മറ്റൊരു വിഭാഗം NDAയുമായി കൈകോർക്കണമെന്ന് വാദിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ചേംബറിൽ ശരത് പവാർ MLAമാരുടെ യോഗം വിളിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസും NCPയും ഒറ്റക്കെട്ടാണെന്നും ഭാവിയിലും സഖ്യം തുടരുമെന്നും സുപ്രിയ വ്യക്തമാക്കി. പ്രമുഖ ക്വിക്ക് കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടിന് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ നോട്ടീസ്. കാലാവധി കഴിഞ്ഞതും കേടായതുമായ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തുവെന്ന ഉപഭോക്താക്കളുടെ പരാതിയിലാണ് നോട്ടീസ്. വിശദമായതും തൃപ്തികരവുമായ വിശദീകരണം നൽകിയില്ലെങ്കിൽ നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അറിയിച്ചു. MDMAയുമായി പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിൽ. തലയോലപ്പറമ്പ് സ്വദേശിയായ വിശാൽ സോമനെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. എറണാകുളത്തെ ലോഡ്ജ് മുറിയിൽ ഇയാൾ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് 5.6 ഗ്രാം MDMAയാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ലഹരിയുമായി പിടിയിലായ ജിം ട്രെയിനറായ കെവിൻ, സാദിഖ് എന്നിവരുമായി ഇയാൾക്ക് മയക്കുമരുന്ന് ഇടപാടുകൾ ഉണ്ടായിരുന്നെന്നും പോലീസ് പറയുന്നു. തിരുപ്പൂർ ജില്ലയിലെ ഉദുക്കുളിന് സമീപം വാഹനാപകടത്തിൽ 6 മരണം. 2 കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 6 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കുടുംബം സഞ്ചരിച്ച കാറ് ഡീസൽ ടാങ്കർ ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഒരു മരണ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. വന്ദേ മാതരം ആലപിക്കുന്നതിൽ പുതിയ നിർദ്ദേശങ്ങളുമായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ഗീതത്തിന് ശേഷം വന്ദേ മാതരവും ദേശീയ ഗാനവും എന്ന ക്രമത്തിൽ ആലപിക്കണമെന്നാണ് പുതിയ മാർഗനിർദ്ദേശം. സംസ്ഥാന ഗീതം ഇല്ലെങ്കിൽ ആദ്യം വന്ദേ മാതരം, അതിനുശേഷം ദേശീയ ഗാനം എന്ന ക്രമത്തിലാണ് ആലപിക്കേണ്ടതെന്ന് എന്നാണ് കേന്ദ്ര നിർദ്ദേശം. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.